എവിടെ പോയി കിടക്കണ്? ബെല്ലാമേട്ടാ റൂം തന്നെയാണല്ലോ. ബലരാമന്റെ ചുറ്റിക്കളിയാണോ? ഭഗവാനെ, ടൂസിയുടെ ഡ്രസ്സാണല്ലോ. ദൈവമേ, ബലരാമൻ അതിലെത്തി വെക്കും കൊടുത്ത ഇത് ചുറ്റിക്കളി തന്നെ. വാലുറക്കടി, നിന്നെ ഇന്ന് ശരിയാക്കാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ. വാലുറക്കടി, ആരാടി നീ? പറയടി, ഇറങ്ങി വാടി കൂതറേ. ഇനിയെങ്കിലും പറ, ആരാ നീ? സത്യം പറ, ആരാ നീ? നീ സൂസിയല്ലെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വന്നേക്കണം. നീ സൂസിയല്ല, ടൂസിയല്ല. നീ ആരടി? സത്യം പറ, നീ എന്തിനാണ് ഇവിടെ വന്നത്? അല്ല, നിന്റെ തനി സ്വരൂപം ഞാൻ ഇന്നിവിടെ കണ്ടു. ഒന്ന് പേടി. നീ കരിയും വാരത്തേച്ച് ഞങ്ങളെ കരിവാരത്തേക്കല്ലടി ഇവിടെ വന്നിരിക്കുന്നത്. തുറക്കടി വാതിൽ, നിന്നെ ശരിയാക്കി തരടി. നീ വാതിൽ തുറക്കണോ അല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കണോ? പറയടി. ഞാൻ ഗോപാലകൃഷ്ണാടി. നീ ബാനിച്ചേട്ടനെ വിളിക്കണ്ട, രാമേട്ടനെ വിളിക്കണ്ട. നിന്നെ ഞാൻ ശരിയാക്കി തരാടി. നീ വിളിക്കണ്ട, ഞാൻ പറയാടി. നിന്റെ തനി സ്വരൂപം അവരറിയട്ടെ. ഞാൻ ബാലിച്ചേട്ടന് പറഞ്ഞു കൊടുക്കും, നീ തുളസിയും കാണാൻ വേണ്ടി വന്നതാ. തുളസീനാ? ആ, അത് കാണാനല്ലേ? ഞാൻ പറയാടി, ഞാൻ വിളിച്ചിട്ട് പറയാടി. എന്റെ ബാലേട്ടാ. ബെല്ലാമേട്ടാ, ബെല്ലാമേട്ടാ, ബെല്ലാമ, ബെല്ലാമ. എന്താ വാതിലോർക്ക്. എന്താണ് കാര്യം? ദൈവമേ, ഇതെന്താണ്? ഏട്ടാ, ഞാൻ കുളിക്കുമല്ലേ? അതാ ചോദിച്ചത് എന്താണെന്ന്. കുളിച്ചോണ്ടിരിക്കുവാന്നേ. അയ്യോ, അടിയിലെന്തെങ്കിലും ഇട്ട് കുളിച്ചൂടെ? അടിയിലോ? അടി തോർത്തുറത്തേക്കുന്നു. തോർത്തിന്റെ ഇടയ്ക്ക് തേനടിക്കുന്നത്. പിന്നെ പാൻറ്റുണ്ടല്ലേ കുളിക്കുന്നത്. അതെ, നിങ്ങളുടെ ആ മുറിയിൽ സൂസി. എടാ, ഞാനിവിടെ കുളിക്കുന്നുണ്ട്, അവളോട് കുളിച്ചോളാം ഞാൻ പറഞ്ഞാന്ന്. അതല്ലെന്ന്, കുളിമുറിയിൽ. എടാ, അവളോട് കുളിക്കുന്ന എനക്ക് എത്ര സൂക്കൻ എന്താന്നേ? കുളിമുറിയിൽ അവള് വെളുത്തിരിക്കണത്. വെളുത്തിരിക്കുന്നു? അവള് വന്നിട്ട് കുറച്ച് ദിവസമായില്ലേ? ആദ്യമായിട്ട് കുളിച്ചത് കരിയല്ല ഇളകി പോയതായിരിക്കാം. എന്റെ പൊന്നും പണ്ടച്ചാരെ, അവള് നമ്മളെ കരിവാരത്തേക്കാൻ വേണ്ടി മുഖത്ത് കരിവാരത്തേക്ക് വന്നേക്കാണത്. അവള് വെളുത്ത് നല്ല പതാമക്കുരിയായിട്ടിരിക്കണത്. ഓ, പിന്നെ കാക്ക കുളിച്ചാ കൊക്കാകിയല്ലേ? നിനക്ക് തോന്നുക നിന്റെ കണ്ണിന് തിമിരം തിമിരം തിമിരം. നീ പോരാ അവിടുന്ന്. അവളെ തനിനിറം ഞാനിപ്പോ കണ്ടു. വാ, കാണിച്ചു തരാം. നീ അവളുടെ തനിനിറം കാണിച്ചു തരാമെന്നോ? അത് ഞാൻ കണ്ടോളാം. നീ അങ്ങനെ പ്രത്യേകിച്ച് കാണിക്കൊന്നും വേണ്ട. നീ ഒന്നും കാണിക്കണ്ട. നീ പൊക്കെ, ഞാൻ കുളിക്കട്ടെ. കിളവാക്കാർന്നവരെ, നിങ്ങളെന്ത് പണ്ടാറോഗിലി ചെയ്യും. രാമേട്ടനല്ല, രാമേട്ടനോട് പറഞ്ഞിട്ട് അപ്രൂവ് ചെയ്യും. ഞാനിവിടെ മാന്തിക്കണ്ടിരുന്നോ? അവളുടെ കള്ളത്തിൽ നിന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിയിച്ചില്ലെങ്കിൽ ഈ കോവാലിന് നിങ്ങൾ ഇങ്ങനെ 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 വിളിച്ചോ. നീ ഒന്നും കാണിക്കണ്ട. നീ പൊക്കെ, ഞാൻ കുളിക്കട്ടെ. ഇയാളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അനിയനായി പോയില്ലേ കാലമാടൻ. എന്താടാ ശരവഞ്ചരത്തിലെ ജയനാ ബസ്സിലൊക്കെ പിടിച്ച് നിങ്ങൾ കുളിക്കണ? ഞാൻ കുളിക്ക. അവിടെ ചെന്നപ്പോ അവിടെയും കുളി, ഇവിടെ വന്നപ്പോ ഇവിടെയും കുളി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കുളിച്ചോണ്ടിരുന്നു. അവിടെ ചെന്നപ്പോ എല്ലാവരും കുളിക്കുന്നു. അപ്പുറത്ത് സൂസി കുളിക്കുന്നു. ഈ വീട്ടിൽ ആകെ 3 ബെഡ്റൂം ഉണ്ട്. ആ 3 ബാത്റൂമിലും കുളിയാ. അതെ, നിങ്ങൾ ഇവിടെ കുളിച്ചോണ്ടിരുന്നോ? അവിടെ ബെല്ലാമേട്ട് സൂസ് വന്നിച്ച് കുളിച്ചോണ്ടിരിക്കണത്. അതല്ലെന്ന്. അവര് കുളിക്കട്ടെ, അവര് കുളിക്കട്ടെ. അവരൊന്നിച്ചല്ല. സൂസ് ബെല്ലാമേട്ട് മുറിയില്, ബെല്ലാമേട്ട് എന്റെ മുറിയില്. അതെ, ഇതിന്റെ ഇടത്തേക്ക് ഞാനും. നീ കുളിച്ചില്ല? അതല്ലെന്ന്. സൂസ് കുളിച്ചു കഴിഞ്ഞപ്പോ സൂസുന്റെ കുളിക്കണേ കണ്ടത്. എന്ത് കുളിസീൻ കണ്ടതല്ലെന്ന്. കുളിസീനെ കാണാൻ പാടില്ല. സൂസുവിന്റെ കുളിസീനല്ല കണ്ടേന്ന്. അവള് കുളി കഴിഞ്ഞ് ഇറങ്ങി വരുന്നു. ഞാനല്ലെന്ന് ഓർത്താണ് അവൾ ഇറങ്ങി വന്ന്. ഞാൻ ഫ്രണ്ടിലേക്ക് അവള് കണ്ടില്ല. ഇറങ്ങി വന്നപ്പോ മതാമനപ്പുറത്തൊരു പീസ്. അവളാ അതിസുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണ്. സുന്ദരിയാ? സത്യം? വെളുത്തിരിക്കണ? ഞാനോർത്തേ ബെല്ലാമേട്ടന്റെ ഏതോ സെറ്റപ്പാണെന്ന്. സത്യമായിട്ടും വല്ല ക്രീം തേച്ചതായിരിക്കും. പക്ഷെ ഇവിടെ കോസ്റ്റ്യൂം കണ്ടപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത്. എന്താ പറയുന്നത്? അവള് നമ്മുടെ സൂസുമായിരുന്നു. അതെ, അവള് നമ്മളെ പറ്റിക്കാണ്. ആണോ? അവള് കരിവാരി തേച്ചിട്ട് അവളെ മുഖം കരിവാളിപ്പിച്ചിട്ട് അവള് നമ്മളെ പറ്റിക്കായിരുന്നു. നമ്മളെ കരിവാരി തേക്കായിരുന്നു. അവള് വിടാൻ പാടില്ല. വിടരുത് അവളെ. അവളവളുടെ മുഖത്ത് കരിവാരി നമ്മളെ ചതിക്കാനുള്ള പരിപാടിയാ. നമ്മളെയാ? ഇന്ന് അവളുടെ തനിനിറം ഞാൻ പ്രൂവ് ചെയ്യണം.
പ്രൂവ് ചെയ്യണം. എല്ലാവരും അവിടെ കൂടെ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഇവർ രണ്ടുപേരും അറിഞ്ഞുള്ള കള്ളത്തരമാണല്ലേ? ഞാൻ അങ്ങനെ വിട്ടാൻ പറ്റൂല. ഇന്ന് ഞാൻ അവളുടെ കള്ളത്തരം പൊളിക്കടക്കും. എന്റെ കണ്ണെരിഞ്ഞിട്ട് ഒന്നും കാണാൻ മേല. സോപ്പല്ലേ ഈ രൂപത്തിൽ വന്നാൽ ശരിയാകത്തില്ല. വേണ്ട വേണ്ട വേണ്ട, നീ ഒരു കാര്യം ചെയ്യ്. നീ പോയിട്ട് അവൾ പുറത്തു പോയിട്ടോ നോക്ക്. ഞാൻ കണ്ണൊക്കെ തെളിച്ചിട്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. ശരി ശരി ശരി, പോ പോ പോ. അവിടെ ചെന്നപ്പോ അവിടെ കുളി, ഇവിടെ വന്നപ്പോ ഇവിടെ കുളി. ഇനി ഇവർ രണ്ടാളും കുളിച്ച് വരുമ്പോ അവൾ അടുത്തൊരുപാട്ട് ഇറങ്ങും. ഇന്ന് ഇവളോട് തലയിൽ കുളിച്ച് നാളെ പോകുന്നത് കാണണം. ഗുഡ് ഐഡിയ. നീ വീണ്ടും കരി വറുത്തേച്ചടി. കറുപ്പിച്ചാ വീണ്ടും നീ എടി. കറുപ്പ് ഞാനത് മാന്തിപ്പറിച്ച് കളയോടി. അയ്യോ കടിച്ചേ. അയ്യോ എന്റെ പിടിക്കുന്നു. എന്താ പ്രശ്നം? എന്താ പ്രശ്നം? പറയ്. ഞാൻ കുളിക്കുന്ന സമയത്ത് ഈ കോവലം വന്ന് വൃത്തികേട് കാണിച്ചു. കുളിക്കുന്ന സമയത്ത് ബാത്റൂമിന്റെ അവിടെ വന്നിട്ട് വാതിൽ തുറക്കാൻ പറഞ്ഞു. അയ്യടാ മോശക്കാരാ. ഞാൻ പറഞ്ഞില്ല അവൾ കുളിക്കുന്നു. കുളിക്കുമ്പോ പറഞ്ഞോ? കുളിക്കണ സമയത്ത് ഞാൻ കണ്ടത്. തെറ്റായി പോയി. അതിന് ഞാൻ ചീത്ത പറഞ്ഞു. ഇപ്പൊ വന്നിട്ട് എന്റെ കയ്യിൽ കയറി പിടിച്ചു. ഇത് മുഴുവൻ വെളുപ്പല്ല കറുപ്പാണെന്ന്. വെളുപ്പല്ലെന്നോ കറുപ്പല്ല കണ്ടില്ലേ? അതല്ല കറുപ്പല്ല വെളുപ്പല്ലെന്ന് കറുപ്പാണ് കറുപ്പ്. കഞ്ചാവ് കുളിക്കുന്നത് കണ്ട് കുളിക്കുന്നത് നോക്കിയാലുണ്ടല്ലോ അങ്ങനെയൊന്നും ചെയ്യരുത്. എന്റെ അനിയനല്ലേ, നമ്മൾ അങ്ങനെയൊന്നും ചെയ്യരുത്. മുടിയെല്ലാം പറഞ്ഞു പാവം. ഇനി മേലെ സൂക്ഷിച്ച് നടന്നോളെ. എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. കേട്ടോ പോവാല. എന്ത് പറ്റി പോവാല? എന്നോട് കളിച്ച ഇങ്ങനെ ഇരിക്കും. കേട്ടോ പോവാല.